തിരുവനന്തപുരം പാലോട് CNG സിലിണ്ടർ കയറ്റി വന്ന വണ്ടി മറിഞ്ഞു എന്ന വാർത്ത വരുന്നു. പാലോട് തെങ്കാശി സംസ്ഥാന പാതയിലായിരുന്നു ആ അപകടം സംഭവിച്ചത്. വളവ് തിരിയുന്നതിനിടെ ലോറി നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. സിലിണ്ടറുകളിൽ നിന്നും ഇപ്പോഴും വാതകം ചോരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, എപ്പോഴായിരുന്നു അപകടം? ഇപ്പോൾ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ അവിടെ? ഏകദേശം 12 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം തെങ്കാശി ദേശീയ സംസ്ഥാന പാതയിൽ വഞ്ചുവം ചുള്ളിമാറിന് സമീപത്തുള്ള വഞ്ചുവം മഞ്ഞക്കോട്ട് മൂല വളവിൽ വെച്ച് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ തൊട്ട് സമീപത്തായിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുള്ള താന്നിമൂട് പമ്പിൽ ഈ ഇറക്കിയ ശേഷം തിരികെ പോവുകയായിരുന്നു CNG വഹിച്ചുകൊണ്ടുള്ള ലോറിയാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. ഇതൊരു വലിയ വളവാണ്. ഈ വളവിൽ നിന്ന് ലോറി തിരിക്കുന്നതിന് ലോറിയിൽ നിന്ന് ഈ ഒരു ബങ്കർ വേർപെട്ട് റോഡിലേക്ക് മറിയുകയായിരുന്നു. ഇതിൽ ഏകദേശം 35ഓളം സിലിണ്ടറുകളാണ് അപകടം നടന്ന സമയത്തുണ്ടായിരുന്നത്. അതിൽ 2 സിലിണ്ടറിൽ മാത്രമാണ് മുഴുവനായും ഗ്യാസ് ഉണ്ടായിരുന്നത്. അതാണ് ലീക്കായിക്കൊണ്ടിരുന്നത്. അത് പൂർണ്ണമായി ലീക്ക് ആക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടം ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഈ വഞ്ചുവത്ത് മഞ്ഞക്കോട്ട് മൂലയിലുള്ള 100 മീറ്റർ ചുറ്റളവിലുള്ള ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ടെക്നീഷ്യൻ എത്തേണ്ട ഒരു കാലതാമസമുണ്ട്. അതുവരെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ പാലോട് നിന്നും വിതുരയിൽ നിന്നുമുള്ള ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ASPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആളുകൾക്ക് പരിഭ്രാന്തപ്പെടേണ്ട ഒരു അവസ്ഥ നിലവിലില്ല എന്നാണ് ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം 2 സിലിണ്ടറുകളിൽ മാത്രമാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് CNG ഉണ്ടായിരുന്നത്. അത് ഏകദേശം പൂർണ്ണമായി പുറത്തേക്ക് പോയിട്ടുണ്ട്. പുറത്തേക്ക് പോകുന്ന സമയത്ത് പോലും ഇവിടെ മറ്റൊരു അപകടമോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി കൂടുതൽ, അതായത് മറ്റുള്ള സിലിണ്ടറുകളിൽ നിന്ന് കൂടി ഗ്യാസ് ലീക്ക് ആകില്ല എന്നുള്ള ഒരു ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ മറ്റ് സിലിണ്ടറുകളിൽ നിന്ന് ഗ്യാസ് ലീക്ക് ആകില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ഇത് ഉയർത്തുന്നതിന് വേണ്ടി, ഈ ലോറിയിൽ നിന്ന് വേർപെട്ട ഭാഗം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രെയിൻ കൂടി ഇവിടെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രജീഷ്, അങ്ങനെ ഇപ്പോൾ വരുന്ന ഒരു അപകടമാണ്, അല്പം ആശങ്ക ഉയർത്തിയ അപകടമാണത്. തിരുവനന്തപുരം പാലോട് CNG സിലിണ്ടർ കയറ്റി വന്ന വണ്ടിയാണ് മറിഞ്ഞത്. പാലോട് തെങ്കാശി സംസ്ഥാന പാതയിലായിരുന്നു അപകടം